Hi, hello and welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണിത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് പച്ചരിയാണ് വേണ്ടത്. ഞാനിപ്പം ഈ 1 കപ്പ് പച്ചരി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചരിക്ക് പകരമാണെങ്കിൽ വേണമെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമ്മളിത് അരക്കുമ്പം നമ്മുടെ മിക്സിയുടെ ജാറ് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് 4-5 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിടുമ്പം ഇത് നന്നായിട്ട് അരയാനും നല്ല തരികളൊന്നും ഇല്ലാതെ അരിഞ്ഞ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തരികളൊന്നും ഇല്ലാതെ വേണം നമുക്കൊരു ബാറ്റർ കിട്ടാനും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാറ്റർ നല്ല ലൂസ് ആവണം. അപ്പോൾ ഞാനിത് അരച്ചപ്പം അത്ര ലൂസല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നല്ല ലൂസ് ആയിരിക്കണം, അധികം തരികളൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ വേണം നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് വേഗം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പാൻ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ മാവ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അപ്പം റെഡിയായി കിട്ടും. കണ്ടോ, ഇത്രയും നൈസാണ് നമ്മുടെ അപ്പം. അപ്പോൾ നമുക്ക് പാനിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമുക്ക് മടക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ചിട്ടും കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയ്ക്കും ഈസിയാണ് നമ്മുടെ ഈ ഒരു അപ്പം. അപ്പോൾ ഇതിന് പാലാട അല്ലെങ്കിൽ പാൽ ദോശ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മളിത് തേങ്ങയൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്